കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ നമ്മൾ ഇട്ടിട്ട്, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2 കിലോ കേക്കാണ് ഞാനിവിടെ ചെയ്തത്. അതിലേക്ക് ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ പൊടിക്കാത്ത പഞ്ചസാര ഒരു 1.25 കപ്പോളം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂണോളം വാനില എസൻസും ഒരു പിഞ്ചുപ്പും. പിന്നെ വേണ്ടത് നമുക്ക് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് കേട്ടോ. ഇത്രയും കൂടി എടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിലേക്ക് ഞാനിവിടെ 2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, വീണ്ടും അതേപോലെ ഒരു 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. ഇത്രയും കൂടെ ഞാൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ ആ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് നമുക്ക് വളരെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനിവിടെ വളരെ പതിയെ ഇളക്കി മറിക്കാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് ഇത് വേണമെങ്കിൽ മിക്സിയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ മിക്സ് ചെയ്യുന്നത് ബീറ്ററിൽ തന്നെ മിക്സ് ചെയ്യാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഇവിടെ 2 കിലോയുടെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ബാറ്റർ ഇവിടെ മാറ്റി ഞാൻ ഓവനിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിലും വെക്കാം കേട്ടോ. നമ്മുടെ ഈ കേക്കിന് കുറച്ച് അധികം ഫില്ലിങ്സ് ഒക്കെ വേണം, പക്ഷേ എന്നാലും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ്. ഈ കേക്ക് മുമ്പ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത് കുറച്ച് കാരമൽ സോസ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ലപോലെ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പ്രളയൻ പ്രിപ്പയർ ചെയ്യണം. അതേ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം വീണ്ടും അതിലേക്ക് ബട്ടറും ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിവിടെ പീനട്ട്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പീനട്ട്സ് ആണ് എനിക്ക് കൂടുതൽ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതായിട്ട് തോന്നാറുള്ളത്. നിങ്ങൾക്ക് ബദാമൊക്കെ വേറെ നട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചും തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. സോസും നമ്മുടെ ഈ ഒരു പ്രളയനം നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ച്, അതായത് ഫ്രിഡ്ജിൽ വെക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് എടുക്കാം. ഞാൻ നമ്മുടെ പ്രളയൻ ഒരു കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചാണ് എടുക്കുന്നത്, ഇടിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഫൈനായിട്ട് പൊടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഏറെക്കുറെ ഇവിടെ കഴിഞ്ഞ് വരുന്നുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് വെറ്റ് ചെയ്യാനുള്ള സിറപ്പാണ്. അത് നമ്മുടെ പാലിൽ ഞാൻ ബൂസ്റ്റും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സാണ്. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൂസ്റ്റ്, അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചോക്കോ ഗനാഷും കൂടെ വേണം. അതും കൂടെ നമുക്ക് ഒരു ടോപ്പിങ്സ് ആയിട്ട് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഐസിങ്ങിലോട്ട് പോകാം. ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മുടെ ഫില്ലിങ്ങിലോട്ട് കയറി വരുമ്പം അത് ഭയങ്കര ഒരു മാജിക്കൽ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ. അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത്. എപ്പോഴും നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ കേക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാനിവിടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീമിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നെ ഞാനിതാ നമ്മുടെ സോസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോസിൻ്റെ പുറത്തേക്ക് നമ്മുടെ പ്രളയനാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്രളയനും സോസും ഒക്കെ ഒരു പിശുക്കും കൂടാതെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഡാർക്ക് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്ത് നമുക്ക് നമ്മുടെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. വീഡിയോയിൽ സ്കിപ്പായി പോയതാണ്. ഞാൻ ആ ബൂസ്റ്റിൻ്റെ പുറത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോക്കോ ഗനാഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഒരു ഫില്ലിങ് നമ്മുടെ കേക്കിനകത്ത് വരുന്നുണ്ട്. സോസ് വരുന്നുണ്ട്, പ്രളയൻ വരുന്നുണ്ട്, ചോക്കോ ചിപ്സ് വരുന്നുണ്ട്, ചോക്കോ ഗനാഷ് വരുന്നുണ്ട്, മിൽക്ക് മെയ്ഡ് വരുന്നുണ്ട്, ബൂസ്റ്റ് വരുന്നുണ്ട്. ഇത്രയും ചേർന്ന് വരുന്നൊരു ഫില്ലിങ്ങാണ് നമ്മുടെ ആ ഒരു കേക്ക് എന്ന് പറയുന്നത്. ഇതേ മെത്തേഡ് തന്നെ നമുക്ക്
ബാക്കി എല്ലാത്തിലും നമുക്ക് ബാക്കി ലെയറിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തു പോകാം. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മുടെ പ്രളയനാണെങ്കിലും നമ്മുടെ ആ ഒരു സോസ് ആണെങ്കിലും ആ ഒരു കാരമൽ അല്പം പോലും കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടണം. അതൊന്ന് കരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൽ നമുക്ക് അവസാനം ഒരു കൈപ്രസം നമുക്ക് തോന്നും. അത് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റിനെ റോയിൻ ചെയ്യും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ കോഫി മിക്സ് ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആ ഒരു ഫില്ലിങ് നിങ്ങൾക്ക് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഇഷ്ടപ്പെടാറുള്ളത്. എൻ്റെ കസ്റ്റമേഴ്സിന് ഈ ഒരു രീതിയിൽ കൊടുക്കുന്ന കേക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഈ പ്രളയൻ്റെ കൂടെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്തിട്ട് പുറത്ത് കുറച്ചിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് കസ്റ്റമൈസ്ഡ് കേക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ നോർമൽ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്ത് വിടുന്നത്. മുകളിൽ കുറച്ച് സോസും അതേപോലെ തന്നെ ഗനാഷും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പേരൊക്കെ എഴുതി കൊടുത്തിട്ട് ചെറിയ ടോപ്പറും കൂടെ വെച്ചിട്ട് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ലുക്ക് ഇവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ നോക്കരുത്, ഫുള്ള് മെസ്സി ആയിട്ട് കിടപ്പുണ്ട്. പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, കുറേ ദിവസമായുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. എല്ലാവരും നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.